ഓം നമോ ഭഗവതേ വാസുദേവായ. ഭാഗവത കഥാമൃതം നിത്യപാരായണം 13-ാം ദിവസം. സൂതൻ തുടർന്നു. ഏതാണ്ട് ഈ സമയത്ത് ധൃതരാഷ്ട്രരുടെ അനുജൻ വിതുരർ ദീർഘമായൊരു തീർത്ഥാടനത്തിന് ശേഷം ഹസ്തിനപുരത്ത് തിരിച്ചെത്തി. എല്ലാവരും അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത് സ്വീകരിച്ചു. യുധിഷ്ഠിരൻ ചോദിച്ചു, അമ്മാവ, അങ്ങ് സന്ദർശിച്ച തീർത്ഥങ്ങളെപ്പറ്റി ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. അങ്ങയെപ്പോലുള്ള പാവന ചരിതരും ദൈവീകരുമായ പുണ്യാത്മാക്കൾ സന്ദർശിക്കുന്നത് കൊണ്ട് തന്നെ സ്ഥലങ്ങൾ തീർത്ഥങ്ങളായി മാറുന്നു. വിതുരൻ തന്റെ തീർത്ഥാടനത്തെപ്പറ്റി വിശദമായി പറഞ്ഞു. യാദവ വംശത്തിന്റെ നാശവർത്തമാനമൊഴിച്ച് മറ്റെല്ലാം വിശദീകരിച്ചു കൊടുത്തു. ദിനരാത്രങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം വിതുരർ ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രരോട് പറഞ്ഞു, ജ്യേഷ്ഠ, ഇനിയും ഗൃഹസ്ഥാശ്രമം നയിക്കുന്നതെന്തിന്? രാജ്യത്തോടും കുടുംബത്തോടും ആസക്തി പൂണ്ട് കാലം കടന്നു പോകുന്നതറിയുന്നില്ലേ? മരണദിനമടുത്തു വരുന്നതും അങ്ങേക്കറിയാമല്ലോ. ജീവിതം മുഴുവൻ കൃഷ്ണപ്രേമത്തിൽ മുഴുകി ലോകവ്യാപാരങ്ങളിൽ നിന്ന് വിട്ട് ശുദ്ധജ്ഞാനത്തെ സ്വീകരിച്ച് ഈ ശരീരം ഉപേക്ഷിക്കുന്നവനെയാണ് ഞാൻ ശരിക്കും വീരനേതാവായി കണക്കാക്കുന്നത്. ഇത് കേട്ട് ധൃതരാഷ്ട്രർ ഗാന്ധാരിയുമൊത്ത് ആരുമറിയാതെ കൊട്ടാരം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോയി. ധൃതരാഷ്ട്രർ പോയതറിഞ്ഞ് യുധിഷ്ഠിരൻ വളരെ വ്യസനിച്ചു. അപ്പോൾ മഹാമുനിയായ നാരദൻ അവിടെ എത്തി അദ്ദേഹത്തെ സമാശ്വസിപ്പിച്ചു. ധൃതരാഷ്ട്രരുടെ തിരോധാനത്തെപ്പറ്റി ആരാഞ്ഞ രാജാവിനോട് നാരദൻ പറഞ്ഞു, ആർക്കു വേണ്ടിയും ദുഃഖിക്കരുത് മഹാരാജാവേ. കാരണം ഈ ലോകം മുഴുവൻ ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. എല്ലാ ലോകങ്ങളും രാജാക്കന്മാരും അവിടത്തെ ആരാധിക്കുന്നു. അവിടുന്ന് തന്നെയാണ് മനുഷ്യരെ കൂട്ടിച്ചേർക്കുന്നതും അകറ്റുന്നതും. മനുഷ്യജീവിയെ പരമാത്മ ചൈതന്യമെന്നോ ജീവനുള്ള ചരവസ്തുവെന്നോ ഇവ രണ്ടും ചേർന്നതെന്നോ ഇത് രണ്ടുമല്ലെന്നോ കണക്കാക്കിയാലും അവർക്കു വേണ്ടി ദുഃഖിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഒരാൾക്ക് എങ്ങനെ മറ്റൊരാളെ പരിരക്ഷിക്കാനാകും? ഒരുവന്റെ ശരീരം ധാതു നിർമ്മിതവും രോഗബാധിതവും ജരാനരകൾ ബാധിക്കുന്നതും കാലപ്പഴക്കത്തിൽ മരണത്തിനടിമപ്പെടുന്നതുമാണല്ലോ. ഈ ശരീരത്തിന്റെ ചുമതലയേൽക്കുന്നത് വിട്ടിത്ത് തന്നെ. സ്വയം പെരുമ്പാമ്പിനാൽ വിഴുങ്ങപ്പെട്ടിരിക്കുന്ന ഒരാൾ മറ്റൊരാളെ എങ്ങനെ രക്ഷിക്കും? രാജാവേ, താങ്കളുടെ വല്യച്ഛനും വല്യമ്മയും വനത്തിൽ നിരന്തരം ഭഗവത് ധ്യാനത്തിൽ മുഴുകി ജീവിക്കുന്നു. മായയുടെ ത്രിഗുണങ്ങളിൽ നിന്നും അകന്ന് ഭക്തിയോടെ കഴിയുകയാണവർ. താമസിയാതെ ആ വനപ്രദേശം തീയിലകപ്പെടുകയും അവരുടെ കുടിലടക്കമെല്ലാം തീപ്പെടുകയും ചെയ്യും. വല്യച്ഛനും വല്യമ്മയും അവിടെ വച്ച് ശരീരം ഉപേക്ഷിച്ച് വിവരമറിയുമ്പോൾ വിതുരൻ വീണ്ടും ഒരു തീർത്ഥാടനത്തിനിറങ്ങും. അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ വ്യർത്ഥമായ ശോകത്തെ കളയൂ. നാരദമുനിയുടെ ഈ വാക്കുകൾ യുധിഷ്ഠിരന് ആശ്വാസവും സമാധാനവും നൽകി. ഭാഗവത കഥാമൃതം നിത്യപാരായണം 13-ാം ദിവസം സമാപ്തം. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.